आदरणीय प्रधानमंत्री महोदय द्वारा हरी झंडी दिखाते ही ट्रेन अपनी प्रथम यात्रा पर रवाना। രാജ്യത്തെ വിവിധ മെട്രോകളുടെ വികസന പദ്ധതികളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ഓൺലൈനായി നിർവഹിച്ചതിനൊപ്പമാണ് കൊൽക്കത്ത മെട്രോയുടെ എക്സ്റ്റൻഷൻ പദ്ധതി മോദി ഉദ്ഘാടനം ചെയ്തത്. ഇതിനുശേഷം വിദ്യാർത്ഥികൾക്കൊപ്പം കൊൽക്കത്ത മെട്രോയിൽ പ്രധാനമന്ത്രി യാത്ര ചെയ്തു. കൊച്ചി മെട്രോയ്ക്കൊപ്പം കവി സുഭാഷ് മെട്രോ, മജർഹത്ത് മെട്രോ, ആഗ്ര മെട്രോ, മീററ്റ് RRTS സെക്ഷൻ, പുനെ മെട്രോ, എസ്പ്ലനേഡ് മെട്രോ കൊൽക്കത്ത എന്നിവയുടെയും ഫ്ളാഗ് ഓഫ് കർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചു. കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറ ടെർമിനൽ. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ 28.2 കിലോമീറ്റർ ദൂരമാണ് മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായത്. 7,377 കോടി രൂപയാണ് ആകെ ചെലവ്. 1.35 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് തൃപ്പൂണിത്തുറ സ്റ്റേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഹൗറ മൈതാനിനെ എസ്പ്ലനേഡുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ പാതയിൽ 4.8 കിലോമീറ്റർ ദൂരമാണ് മെട്രോ ടണൽ വരുന്നത്. ഇതിൽ 520 മീറ്റർ ദൂരമാണ് അണ്ടർ വാട്ടർ മെട്രോയായി ഹൂഗ്ലി നദിക്കടിയിലൂടെ പോകുന്നത്. നദിയിൽ 30 മീറ്റർ താഴ്ചയിലാണ് മെട്രോ ടണൽ. 45 സെക്കൻഡിൽ അണ്ടർ വാട്ടർ മെട്രോ ടണലിലൂടെ ട്രെയിൻ കടന്നുപോകും. കൊൽക്കത്ത മെട്രോ നീട്ടുന്നതിന്റെ ഭാഗമായാണ് എസ്പ്ലനേഡ് ഹൗറ പാത. എഞ്ചിനീയറിംഗ് അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്ന അണ്ടർ വാട്ടർ ടണൽ കൊൽക്കത്തയുടെ പൊതുഗതാഗത രംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും. തിരക്കുള്ള 2 സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അണ്ടർ വാട്ടർ മെട്രോ സർവീസ് വരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന മെട്രോ സ്റ്റേഷനാണ് ഹൗറ. ഉപരിതലത്തിൽ നിന്ന് 33 മീറ്റർ താഴ്ചയിലാണ് സ്റ്റേഷനുള്ളത്. ഹൂഗ്ലി നദിയുടെ അടിത്തട്ടിലുള്ള തുരങ്കങ്ങൾ എഞ്ചിനീയറിംഗ് വിസ്മയമായി കണക്കാക്കപ്പെടുന്നു. കൊൽക്കത്ത മെട്രോ വികസന പദ്ധതിയുടെ ഭാഗമായാണ് അണ്ടർ വാട്ടർ ടണൽ. കൊൽക്കത്ത വഴി സോൾട്ട് ലേക്കിനെ ഹൗറയുമായി ബന്ധിപ്പിക്കുന്നതാണ് മെട്രോ വികസന പദ്ധതി. ഈസ്റ്റ് വെസ്റ്റ് മെട്രോ ഇടനാഴിയുടെ ഭാഗമായാണ് അണ്ടർ വാട്ടർ മെട്രോ. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.